പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാം വർഷ അക്കൗണ്ടൻസിയിൽ സെക്കൻഡ് ചാപ്റ്ററിൽ 2018-19 കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ഭാഗമാണ് GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിൻ്റെ തിയറി നമ്മൾ ആൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് GSTയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് എൻട്രീസിനെ കുറിച്ചാണ്. അപ്പോൾ GSTക്ക് നമുക്കറിയാം 3 കമ്പോണൻസാണ്: CGST, SGST ആൻഡ് IGST. ഇതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് നമ്മളെങ്ങനെയാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നമുക്ക് ആദ്യമായിട്ട് ഇതിലെ അക്കൗണ്ടിങ് എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജേണൽ എൻട്രീസ് അണ്ടർ GST. ആദ്യം പർച്ചേസ് ട്രാൻസാക്ഷൻസ്, ഇൻപുട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അഥവാ പർച്ചേസ് ട്രാൻസാക്ഷൻ, സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഇതിനെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ്. ഇൻട്രാ സ്റ്റേറ്റ് മീൻസ് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ബയറും സെല്ലറും ഉള്ള കണ്ടീഷനിൽ അത്തരത്തിലുള്ള പർച്ചേസിൻ്റെ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. നമ്മൾ നേരത്തെ ജേണൽ എൻട്രീസ് മനസ്സിലാക്കിയതാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷോ അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സോ ആയിരിക്കും. ഇവിടെ GST കൂടി പരിഗണിക്കണം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. പർച്ചേസ് എമൗണ്ട്, CGST എമൗണ്ട് അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുള്ള GST. ഇൻപുട്ട് SGST, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കുള്ള GST. അതിൻ്റെ ടോട്ടലാണ് നമ്മൾ ഈ ക്രെഡിറ്റർക്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ടു ക്യാഷ് അല്ലെങ്കിൽ ടു ബാങ്ക്, ഇവിടെ വരുന്ന എമൗണ്ട് ഇതിൻ്റെ ടോട്ടൽ. ദെൻ ഇനി ഇത് ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ, ഇൻ്റർ സ്റ്റേറ്റ് മീൻസ് കേരളത്തിലുള്ള ഒരു ബയർ കേരളമല്ലാത്ത മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇവിടെ IGST ആണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻപുട്ട് IGST അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട്. ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പർച്ചേസ് ട്രാൻസാക്ഷനാണ്. ഇനി സെയിലിൽ നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോഴും GST ബാധകമാണല്ലോ. പർച്ചേസിലും GST ഉണ്ട്, സെയിലിലും GST ഉണ്ട്. സെയിലിൽ GST വരുമ്പോൾ അഥവാ ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇത് ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന അഥവാ പർച്ചേസറും സെല്ലറും ബയറും സെല്ലറും ഒരു സ്റ്റേറ്റിലാണെങ്കിൽ ജേണൽ എൻട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, കടത്തിനാണ്. സെയിലെങ്കിൽ ഡെപ്റ്റേഴ്സിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ദെൻ അല്ലെങ്കിൽ ഓർ എന്തായിരിക്കും ഇവിടെ, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആയിരിക്കും. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓർ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് ഓഫ് സെയിൽസ് ടു ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ടു ഔട്ട്പുട്ട് SGST അക്കൗണ്ട്. നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട ക്യാഷാണ്. ടാക്സ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും. ദെൻ ഇത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ, നമ്മൾ കേരളത്തിലുള്ള സെല്ലർ കർണാടകയിലുള്ള ഒരു ബയർക്കാണ് സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് IGST ആണ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ ജേണൽ എൻട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ഓർ ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, അതിൻ്റെ കൂടെ നമ്മൾ ടാക്സ് കൂടി കളക്ട് ചെയ്യണം, ടു ഔട്ട്പുട്ട് IGST അക്കൗണ്ട്. ഈ കളക്ട് ചെയ്യുന്ന ടാക്സ് നമ്മൾ ഇനി ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതാണ്, ഇലക്ട്രോണിക് രൂപത്തിൽ അടക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കളക്ട് ചെയ്ത ടാക്സിനെയും അതുപോലെ നമ്മൾ കൊടുത്ത ടാക്സിനെയും കൂടി സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് GSTയുടെ ഒരു പ്രത്യേകതയാണ്. അഥവാ നമ്മൾ 1000 രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ട്, 1500 രൂപ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ നെറ്റ് ടാക്സ് പേയബിൾ ടു ഗവൺമെൻറ് ഈസ് ഈക്വൽ ടു 500 ആണ്.
1500 രൂപ നമ്മൾ വാങ്ങിച്ചു, 1000 രൂപ ടാക്സ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട ടാക്സ് 500 രൂപയാണ്. അപ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രീസ് ആണ് നമ്മളിവിടെ കാണുന്നത്. എ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് CGST ഔട്ട്പുട്ട്. ജേണൽ എൻട്രി ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻപുട്ട് CGST അക്കൗണ്ട് ടു ഇൻപുട്ട് IGST ഉണ്ടെങ്കിൽ, ബാധകമായതാണെങ്കിൽ മാത്രമേ ഇത് വരും, ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട്. ദെൻ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് SGST ഔട്ട്പുട്ട്. നമ്മൾ സെയിലിൽ കളക്ട് ചെയ്ത GST അത് അടക്കുമ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻപുട്ട് SGST ടു ഇൻപുട്ട് IGST ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട്. അതിൻ്റെ ബാലൻസ് എത്രയെന്ന് വെച്ചാൽ അത്രയും. ദെൻ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് IGST ഔട്ട്പുട്ട് IGST അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻപുട്ട് IGST ടു ഇൻപുട്ട് CGST ഇഫ് അവൈലബിൾ അതുണ്ടെങ്കിൽ മാത്രം, ടു ഇൻപുട്ട് SGST അക്കൗണ്ട് ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാൻ നല്ലത് ഒരു പ്രോബ്ലം, ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇല്ലസ്ട്രേഷൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ്. നമുക്ക് നോക്കാം. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് അസ്യൂമിങ് CGST at 5% and SGST at 5%, and all transactions are occurred within Delhi. അപ്പോൾ നമ്മളിതിനെ ഇൻട്രാ സ്റ്റേറ്റ് ആണ്, ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നടന്ന ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ IGST അപ്ലിക്കബിൾ അല്ല, ഇവിടെ SGSTയും CGSTയുമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റേറ്റും തന്നിട്ടുണ്ട്. CGST 5% ആണ്, SGST 5% ആണ്. നോക്കാം, ഒരു ട്രാൻസാക്ഷൻ നോക്കാം. ഷോബിത്ത് ബോട്ട് ഗുഡ്സ് ₹1 lakh ഓൺ ക്രെഡിറ്റ്. ഷോബിത്ത് എന്ന് പറയുന്ന ഒരു ട്രേഡർ എന്ന് സങ്കല്പിക്കാം, നമ്മൾ അസ്യൂം ചെയ്യുക. ഷോബിത്ത് ഒരു ട്രേഡറാണ്. 1,00,000 രൂപയുടെ സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചു, ഒരു ട്രാൻസാക്ഷൻ. ദെൻ ഹീ സോൾഡ് ദം ഫോർ ₹1,35,000 ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓൺ ക്രെഡിറ്റ്. ഈ സാധനങ്ങളെല്ലാം 1,35,000 രൂപക്ക് എന്ത് ചെയ്തു? വിറ്റു. ദെൻ ഹീ പെയ്ഡ് ഫോർ റെയിൽവേ ട്രാൻസ്പോർട്ട് ₹8,000. 8,000 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്തു. ദെൻ ഹീ ബോട്ട് കമ്പ്യൂട്ടർ പ്രിൻ്റർ ഫോർ ₹10,000. 10,000 രൂപയുടെ ഒരു പ്രിൻ്റർ വാങ്ങിച്ചു. ദെൻ പെയ്ഡ് പോസ്റ്റൽ ചാർജസ് ₹2,000. അപ്പോൾ നമ്മൾ GST വന്നതിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഓരോ സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സിനും അതുപോലെ സർവീസസിനും, ഇപ്പോൾ ഇവിടെ റെയിൽവേ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ സർവീസാണ്, അതേപോലെ പോസ്റ്റൽ ചാർജ് സർവീസ് ചാർജാണ്, ഇതിനെല്ലാറ്റിനും ബാധകമാണ് GST. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്, ജേണൽ എൻട്രീസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എൻട്രി ഷോബിത്ത് ബോട്ട് ഗുഡ്സ് ₹1 lakh ഓൺ ക്രെഡിറ്റ്. ജേണൽ എൻട്രി സെയിലാണ്. ജേണൽ എൻട്രി പർച്ചേസാണ്, അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. എമൗണ്ട് എത്രയാണ് പർച്ചേസിൻ്റെ? 1 lakh. ദെൻ ഇതിലിനി നമ്മൾ പർച്ചേസിൻ്റെ എമൗണ്ട് മാത്രം ഡെബിറ്റ് ചെയ്താൽ പോരാ, CGSTയും SGSTയും ഉണ്ട്. അതുകൊണ്ട് ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെപ്റ്റർ 5,000, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെപ്റ്റർ 5,000. എങ്ങനെയാണ് 5,000 കിട്ടിയത്? 1 lakhൻ്റെ 5%, രണ്ടും 5%. 2 ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഇവിടെ കടത്തിനാണ് വാങ്ങിയത് കൊണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് 1,10,000. അപ്പോൾ നമ്മൾ ഈ ക്രെഡിറ്റർക്ക് 1,10,000 രൂപ കൊടുക്കാനുണ്ട്. 1,00,000 രൂപ നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സിൻ്റെ വാല്യൂ ആണ്. 5,000 രൂപ SGST ആണ്, 5,000 രൂപ CGST ആണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ബാധകമായിട്ടുള്ളത് ഇൻപുട്ട് അല്ലേ, പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം, പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഇൻപുട്ട് GST റിലേറ്റഡ് ടു പർച്ചേസ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ 1,10,000 രൂപ നമ്മൾ പർച്ചേസ് ടാക്സ് ഉൾപ്പെടെ. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഹി സോൾഡ് ദം ഫോർ ₹1,35,000 ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓൺ ക്രെഡിറ്റ്.
ഡൽഹി സ്റ്റേറ്റിൽ തന്നെ ഇയാൾ ഈ സാധനങ്ങൾ 1,35,000 രൂപയ്ക്ക് വിറ്റു. അവിടെയും GST ബാധകമാണ്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് GST ആണ്, ഗുഡ്സ് സോൾഡ് അല്ലേ, സാധനങ്ങൾ വിറ്റതിൻ്റെ മുകളിലുള്ള GST ആണ്, ഔട്ട്പുട്ട് GST ആണ് ബാധകമായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സെയിലിൽ നമ്മൾ ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ആയിരിക്കും. ഇവിടെ ക്രെഡിറ്റിനാണ് വിറ്റത്, അതുകൊണ്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഡെപ്റ്റർ എത്ര രൂപയുടെ സാധനങ്ങളാണ് വിറ്റത്? 1,35,000 രൂപയുടെ സാധനങ്ങളും അതോടൊപ്പം നമ്മൾ GST കൂടി കളക്ട് ചെയ്യാണ്ട് അതുകൂടി കൂടിയ എമൗണ്ടാണ് 1,48,500. ടു സെയിൽസ് അക്കൗണ്ട് 1,35,000. ടു ഔട്ട്പുട്ട് SGST 6,750. എങ്ങനെയാണ് 6,750 വന്നത്? 1,35,000 ഇൻറ്റു 5/100. ദെൻ ടു ഔട്ട്പുട്ട് CGST 6,750. ഓക്കെ, ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. ദെൻ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. ഹി പെയ്ഡ് റെയിൽവേ ട്രാൻസ്പോർട്ട് ₹8,000. 8,000 രൂപ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്തു. ഒരു എക്സ്പെൻസാണ്. ഇതാണ് മൂന്നാമത്തെ എൻട്രി. ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ 8,000. ഇൻപുട്ട് GST, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെപ്റ്റർ 400. ഇങ്ങനെ 400, 8,000 ഇൻറ്റു 5/100. ഇൻപുട്ട് ടു CGST അക്കൗണ്ട് ഡെപ്റ്റർ 400. ടു ബാങ്ക്. ഇവിടെ പേയ്മെൻറ്റ് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ക്രെഡിറ്റ് ആവില്ലല്ലോ, റെഡി ക്യാഷ് പേയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ്. ടോട്ടൽ 8,800 രൂപ കൊടുത്തു. 8,000 ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പ്ലസ് 400 ഇൻപുട്ട് SGST പ്ലസ് 400 ഇൻപുട്ട് CGST. ഓക്കെ, ദെൻ നാലാമത്തെ എൻട്രി. ഹി ബോട്ട് കമ്പ്യൂട്ടർ പ്രിൻ്റർ അല്ല, ഇവിടെ പ്രിൻ്ററാണ് വാങ്ങിച്ചത്, അസറ്റാണ്. കമ്പ്യൂട്ടർ പ്രിൻ്റർ അക്കൗണ്ട് ഡെപ്റ്റർ 10,000. ഇൻപുട്ട്സ് SGST എത്ര ഉണ്ടായിരിക്കും? 5% എന്ന് പറയുമ്പോൾ 500. ഇൻപുട്ട് CGST 500. ടു ബാങ്ക് അക്കൗണ്ട്, റെഡി ക്യാഷ് പേയ്മെൻ്റ് ആണ്, 11,000 രൂപ. ദെൻ നെക്സ്റ്റ് എൻട്രി, ഫിഫ്ത്ത് എൻട്രി. പെയ്ഡ് പോസ്റ്റൽ ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ 2,000. ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെപ്റ്റർ 100. ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെപ്റ്റർ 100. ടു ബാങ്ക് അക്കൗണ്ട് 2,200. ഇപ്പോൾ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും അതുമായി ബന്ധപ്പെട്ട GSTയും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സെറ്റ് ഓഫ് നടത്തുന്ന എൻട്രിയാണ്. എത്ര രൂപ ടാക്സായി കളക്ട് ചെയ്തു, എത്ര രൂപ ടാക്സായി നമ്മൾ കൊടുത്തു, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു വർക്കിംഗ് നോട്ട് നമുക്ക് ആറാമത്തെ എൻട്രി എഴുതുന്നതിന് മുമ്പ് നോക്കാം. വർക്കിംഗ് നോട്ട്. ടോട്ടൽ ഇൻപുട്ട് SGST. നമ്മൾ ടോട്ടൽ കൊടുത്ത SGST എത്രയാണ്? 6,000 രൂപയുണ്ട്. എങ്ങനെ 6,000 രൂപ? 5,000 പ്ലസ് 5,000 പ്ലസ് 400 പ്ലസ് 500 പ്ലസ് 100, ടോട്ടൽ 6,000. ദെൻ ടോട്ടൽ ഇൻപുട്ട് CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും ഇതുപോലെ 6,000 രൂപയാണ്. 5,000, 400, 500 ആൻഡ് 100. ദെൻ ടോട്ടൽ ഔട്ട്പുട്ട് SGST, സെയിൽ നടത്തിയപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എത്രയാണ്? 6,750. ഇതവിടെ ഉണ്ട്. ദെൻ ടോട്ടൽ ഔട്ട്പുട്ട് CGST ആൾസോ 6,750. ദെൻ അതുകൊണ്ട് നെറ്റ് SGST പേയബിൾ, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ് കൊടുക്കേണ്ടത് എത്രയാണ്? 6,750 ഔട്ട്പുട്ട് GST മൈനസ് 6,000 ഇൻപുട്ട് SGST, ബാലൻസ് 750 രൂപ. ദെൻ നെറ്റ് CGST പേയബിൾ 6,750 മൈനസ് 6,000 ഈക്വൽ ടു 750. ഇതിൻ്റെ എൻട്രി ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്? 6,750. ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെപ്റ്റർ 6,750. ടു ഇൻപുട്ട് SGST അക്കൗണ്ട് 6,000. ടു ഇൻപുട്ട് CGST അക്കൗണ്ട് 6,000. ദെൻ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് നമ്മൾ SGSTയും CGSTയും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 750 പ്ലസ് 750,
അത് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് പേയ്മെൻറ്റ് നടത്താനുള്ള അക്കൗണ്ടാണ് 1500 രൂപ, 750 പ്ലസ് 750. ഈ രീതിയിലാണ് നമ്മൾ ഒരു ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസും സെയിലും നടക്കുന്ന ട്രാൻസാക്ഷനാണ് നമ്മളിവിടെ കണ്ടത്. അതിൽ അക്കൗണ്ട് ചെയ്യുന്നത്, ജേണൽ എൻട്രീസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാനുള്ളത്. താങ്ക് യു.